ഇനി ബിൽഡിങ്ങുകൾ മൊത്തം പൊളിച്ചിട്ടാണെങ്കിലും റോഡ് പെട്ടെന്ന് കൊണ്ടുവരണം. അപ്പോൾ അത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നറിയില്ല. ഇത്ര ബൈപ്പാസിന് ഏത് ഭാഗത്തുനിന്ന് സ്ഥലം വേണ്ടാച്ച എടുത്തുകൊണ്ട്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡും തീരാത്ത ഗതാഗത കുരുക്കും, അതിനിടയിൽ ഹൈവേ അതോറിറ്റിയുടെ പൊറാട്ട് നാടകവും. അങ്ങാടിപ്പുറത്ത് ജനങ്ങൾക്കിന്ന് ദുരിതയാത്ര. അങ്ങാടിപ്പുറത്തെ തീരാത്ത ഗതാഗത കുരുക്കിനിടയിലാണ് ഹൈവേ അതോറിറ്റി കണ്ണിൽ പൊടിയിട്ടുള്ള കുഴിയടയ്ക്കൽ യജ്ഞവും നടത്തിയത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 7% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. ദിവസങ്ങളായി അഴിയാത്ത കുരുക്കാണ് അങ്ങാടിപ്പുറത്ത്. പെരിന്തൽമണ്ണ ജൂബിലി റോഡിലേക്കും അങ്ങാടിപ്പുറത്ത് ഓരാടം പാലം വരെയും നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക്. ആൽപ്പാക്കുളത്തിനു സമീപത്തെ റോഡിലെ കുണ്ടും കുഴിയും കൂടി ചേർന്നപ്പോൾ കുരുക്കുമുറുകി കടുംകെട്ടായി അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയെയും ഒരുപോലെ ശ്വാസം മുട്ടിക്കാനും തുടങ്ങി. ഇതിനിടയിലാണ് ഹൈവേ അതോറിറ്റിയുടെ കുഴിയടയ്ക്കൽ പൊറാട്ടു നാടകവും അരങ്ങേറിയത്. കുഴികളിൽ ക്വാറി വേസ്റ്റിട്ടാണ് ഹൈവേ അതോറിറ്റി കുഴിയടയ്ക്കൽ യജ്ഞം നടത്തിയിട്ടുള്ളത്. ഒരു മഴ പെയ്താൽ ഒലിച്ചുപോകാൻ പാകത്തിൽ ക്വാറി വേസ്റ്റിട്ട് റോഡിലെ കുഴിക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഹൈവേ അതോറിറ്റി. ഇങ്ങനെ ഒരു ലോഡ് മണ്ണിട്ട് കുഴി നികത്തിയിരിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. അതായത് ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചിരുന്നു. ആ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു അവിടെ മണ്ണ് കുറച്ച് കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ആ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ നല്ലൊരു മഴ ശക്തമായി പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ കോറി വേസ്റ്റ് അവിടെ നിന്ന് ഒലിച്ചു പോകും. അപ്പോൾ അത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നറിയില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഒരു ലോഡ് കോറി വേസ്റ്റോ മണ്ണോ കൊണ്ടിട്ട് റോഡിലെ കുഴികൾ നികത്തുക എന്നല്ല ഈ സമരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാശ്വതമായ പരിഹാരമാണ്. മഴയെത്തുന്നത് കാത്തുനിൽക്കാതെ പാച്ച് വർക്കെങ്കിലും നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കാമായിരുന്നു. പൊതുവെ ദുർബല ഇപ്പോൾ ഗർഭിണി എന്നൊരു ചൊല്ലുണ്ട്. കുരുക്കിൽ കിടക്കുന്ന അങ്ങാടിപ്പുറം നഗരത്തിൽ തകർന്നടിഞ്ഞ റോഡ് കൂടിയായപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗതാഗത സ്തംഭനമായിരുന്നു. മണിക്കൂറുകളോളം വഴിയിൽ കുരുക്കിൽ കിടക്കേണ്ട അവസ്ഥ. രോഗികളുമായി പോകുന്ന ആംബുലൻസുകളും വിദ്യാർത്ഥികളുമൊക്കെ ബ്ലോക്കിൽപ്പെട്ടു. ദിവസങ്ങളായി മുറുകുന്ന കുരുക്കിൽ അകപ്പെടുന്നവരുടെ രോഷം പറഞ്ഞാൽ തീരാവുന്നതല്ല. പോലീസുകാർ നിന്ന് അവർ വന്ന് കഷ്ടപ്പെടുക എന്നല്ലാതെ ഈ ബ്ലോക്ക് ഒന്നും ആവണില്ല. അതുകൊണ്ട് ഈ ബ്ലോക്ക് ഏറ്റവും പെട്ടെന്ന് കഴിയണ മാതിരി ഇത് തീർക്കാനല്ല എന്ത് നടപടി വേണമെങ്കിലും എടുക്കണം. ഇനി ബിൽഡിങ്ങുകൾ മൊത്തം പൊളിച്ചിട്ടാണെങ്കിലും റോഡ് പെട്ടെന്ന് കൊണ്ടുവരണം. അതാണ് എൻ്റെ ആവശ്യം. ബൈപ്പാസ് ഏത് വഴിക്ക് വരികയാണല്ലോ, എത്ര ബൈപ്പാസിന് ഏത് ഭാഗത്തുനിന്ന് സ്ഥലം വേണ്ടാച്ച എടുത്തുകൊണ്ട് അത് കണ്ടുകെട്ടിയാണ്ട് അതിനെന്താ വേണ്ട വെച്ചാൽ ചെയ്യണം. അതന്നെ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര ഈ ബ്ലോക്കായിട്ട് ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു നടപടി നമ്മളെ മന്ത്രി ആരും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആംബുലൻസ് ഇപ്പോൾ ഈ രോഗിയാൾ വരുമ്പോൾ തന്നെ ഞാൻ അവിടുന്ന് ഇതുവരെ പാലത്തിൻ്റെ ഇതുവരെ വണ്ടി ബ്ലോക്ക് ഒഴിവാക്കി വണ്ടിയാൾ വിട്ടുകൊടുക്കലാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബ്ലോക്ക് ഇതും തീർക്കാനുള്ള സംഭവം ചെയ്യണം. അങ്ങാടിപ്പുറത്തെ കുരുക്കിനെ കുറിച്ച് ആരോട് പറയാൻ, ആരു കേൾക്കാൻ എന്നാണ്. പറയേണ്ടവരോടൊക്കെ പൊതുജനം പറഞ്ഞിട്ടുണ്ട്. ഇടതെന്നോ വലതെന്നോ തലസ്ഥാനക്കാരെന്നോ വ്യത്യാസമില്ലാതെ പറഞ്ഞിട്ടും അങ്ങാടിപ്പുറത്തെ കുരുക്കഴിക്കാൻ ഒരാളും ആളല്ല. പറഞ്ഞിട്ട് ഫലമില്ലെങ്കിൽ തള്ളിക്കളയണം എന്നാണ്. അങ്ങനെ തള്ളിക്കളയാനാവുന്ന പ്രശ്നമല്ലല്ലോ ഇത്. ഒരു നാടാകെ കുരുക്കിൽ കിടക്കുമ്പോൾ പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. LDF എന്നും UDF എന്നും BJP എന്നും പറഞ്ഞ് പാളയമൊരുക്കി കാത്തിരിക്കുന്നവർ ഒരു മിനിമം നീതിയെങ്കിലും പുലർത്താം ഈ നാടിനോട്. ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടുകഴിഞ്ഞിരിക്കുന്നു അങ്ങാടിപ്പുറത്തുകാർ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.